ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ജീവമന്ന എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ തിരുവചനവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് പേജിന് നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ അശ്വന്ത് അവറുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക സ്നേഹവന്ദനത്തെ കർത്താവിൻ്റെ ദാസൻ അറിയിക്കുകയാണ്. ലൈവിലും അതിനുശേഷവുമായി എന്നെ ശ്രവിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ശ്രേഷ്ഠരായ അഭിഷക്ത ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി മാനിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് വേദഭാഗങ്ങളിലൂടെ ദൈവം ഇന്ന് രാത്രികാലം എൻ്റെ പക്കൽ തന്നിരിക്കുന്ന വചനത്തെ പങ്കിടുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി വചനത്തിൽ നിന്ന് 3 ഭാഗങ്ങൾ ഇന്നു രാത്രികാലം എടുത്ത് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെ കവർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് സ്തുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവർ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്ക, എടുത്തു നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക, എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാൺകെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി
ഈ ഭൂപ്പരപ്പിലേക്ക് ഇറങ്ങി വന്ന ദൈവം ക്രിസ്തു, യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ, ഈ ലോകത്തിലെ ജീവ കാലഘട്ടത്തിൽ പാലസ്തീൻ്റെ വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ഇടയായിത്തീർന്നു. അതുമാത്രമല്ല, അനേക രോഗികളെ യേശു സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. സാത്താന്യ ബന്ധനത്തിൽ കുടുങ്ങിക്കിടന്ന നിരവധി ആളുകളെ ആ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തെടുക്കുവാൻ ഇടയായിത്തീർന്നു. ഭൂതബാധിതരെ സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. നിരവധി അത്ഭുതങ്ങൾ യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയിൽ, അതായത് 30-ാം വയസ്സിൽ താൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. 33-ാം വയസ്സിൽ തന്നെ ക്രൂശിക്കുന്നു. 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ താൻ അനേക അത്ഭുത അടയാളങ്ങളിലൂടെ ദൈവരാജ്യം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ താൻ പ്രസംഗിക്കുവാൻ ഇടയായിത്തീർന്നു. ആ കാലയളവിൽ താൻ ചെയ്ത അത്ഭുതങ്ങൾ നമ്മുടെ ബൈബിളിൽ എഴുതി തീർക്കാൻ പറ്റത്തില്ല. അതായത് ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് എഴുതിയാൽ. ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വിശ്വാസത്തിനായി, ക്രിസ്തുയേശുവിലുള്ള ഉറപ്പിനായി, നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിനായി ദൈവം തൻ്റെ ദാസന്മാരാൽ നമുക്ക് നൽകപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ മർക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ താൻ എഴുതിയ ഒരു പ്രത്യേക സംഭവമാണ് നമ്മൾ പ്രാരംഭത്തിൽ ഇന്നത്തെ വചനചിന്തയിൽ വായിക്കുവാൻ ഇടയായിത്തീർന്നത്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിക്കുവാൻ ഇടയായിത്തീർന്നത്. ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തു കവർന്നഹൂമിലെ ഒരു വീട്ടിൽ ചെന്നു. യേശു കവർന്നഹൂമിൽ ചെന്നു എന്നുള്ള വാർത്ത ആ ദേശം എമ്പാടും അറിഞ്ഞു. നിരവധി ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ഒരുപക്ഷെ അവരുടെ സൗഖ്യത്തിനാകാം, മറ്റു നിലകളിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാകാം, യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടിയാകാം. അപ്പോൾ തന്നെ യേശുവിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം പല നിലകളിൽ ആ ദേശത്തു നിന്ന് ആളുകൾ യേശുവിൻ്റെ അടുക്കൽ കൂടുവാനിടയായിത്തീർന്നു. താൻ നിന്നിരുന്ന ഭവനത്തിനകത്തേക്ക് ഇനി ഒരു വ്യക്തിക്ക് കയറി വരാൻ, യേശുവിൻ്റെ അടുക്കലേക്ക് കയറി വരാൻ കഴിയാത്ത നിലകളിൽ അവിടെ ആളുകൾ തിങ്ങിക്കൂടുവാൻ ഇടയായിത്തീർന്നു എന്ന് നമ്മൾ വായിച്ച വചനഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ആ സിറ്റുവേഷനിൽ 4 പേർ ചേർന്ന് ഒരു പക്ഷവാതക്കാരനായ ഒരു രോഗിയെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. വാതിൽക്കൽ കൂടെ അവർ
യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ മനുഷ്യനെ കയറ്റാൻ നോക്കി. പക്ഷേ പുരുഷാര ഹേതുവാൽ അവർക്കത് കഴിഞ്ഞില്ല. എന്നാൽ അവർ നിരുത്സാഹപ്പെടുന്നില്ല. എന്നാൽ അവർ ഏറ്റ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അതിൻ്റെ മുകളിൽ കയറി ഈ പക്ഷവാതക്കാരനെ കിടക്കയോടെ യേശു നിൽക്കുന്ന ഇടത്തേക്ക് ഇറക്കി വയ്ക്കുവാനിടയായിത്തീർന്നു. രണ്ടാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, ഈ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് പറയുക: മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രോഗിയായ മനുഷ്യനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് യേശുവിന് നന്നായിട്ട് അറിയാം. അവൻ പക്ഷവാതക്കാരനാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കട്ടിലോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെക്കുവാൻ ഇടയായിത്തീർന്നത്. അത് മനുഷ്യത്വത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. എന്നാൽ യേശു പറയുന്ന ഭാഗം, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. രാത്രികാലം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് രോഗിയായിട്ടല്ല. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിയായി തീർന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ, അവൻ്റെ ശരീരം താഴ്ചയുള്ള ശരീരമായി മാറുവാനിടയായി തീർന്നു. അവൻ്റെ ശരീരം രോഗമുള്ള ശരീരമായി മാറുവാനിടയായി തീർന്നു. പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് രോഗം മനുഷ്യനിൽ കടക്കുവാനിടയായി തീർന്നത്. രോഗത്തിൻ്റെ ആഗമനം പല നിലകളിൽ നമുക്ക് നമ്മുടെ ശരീരത്തോടെ ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. മെഡിക്കൽ സയൻസിൻ്റെ രീതി അനുസരിച്ച് പാരമ്പര്യമായ പല രോഗങ്ങളുണ്ടാകാം. അതുപോലെ നമ്മുടെ ദിനചര്യകളിൽ നിന്ന്, നമ്മുടെ ക്രമം കെട്ട ആഹാര കാര്യങ്ങൾക്കകത്തൂടെ രോഗങ്ങൾ കടന്നു വരാം. അതുപോലെ മറ്റ് സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ ഒക്കെ നമുക്ക് വന്നു ഭവിക്കാം. അതുപോലെ പലതരത്തിലുള്ള ഇൻഫെക്ഷനുകളിലൂടെ രോഗങ്ങൾ വരാം. വെള്ളത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ രോഗങ്ങൾ കടന്നു വരാം. എന്നാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ സത്യമായി നിൽക്കുമ്പോൾ തന്നെ പല രോഗങ്ങളുടെയും പിന്നിലുള്ള കാരണം അത് പാപമാണ്. ചില രോഗങ്ങൾ ചികിത്സിച്ചാൽ ഭേദമാകത്തില്ല. ആ രോഗത്തിന് കാരണമായിരിക്കുന്ന പാപത്തിനകത്തു നിന്ന് ഒരു മോചനം വന്നെങ്കിൽ മാത്രമേ രോഗത്തിന് സൗഖ്യമുണ്ടാകുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മുടെ രോഗത്തിന് സൗഖ്യം തരാൻ ഇവിടുത്തെ മെഡിക്കൽ സയൻസിന് കഴിയും. എന്നാൽ പാപത്തിന് മോചനം വരുത്തി തരുവാൻ ഇഹത്തിലെ ഒരു മെഡിസിനും കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. പാപമോചനം നൽകി തരുവാൻ അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ കവർന്ന ഭൂമിയിൽ നിൽക്കുന്നത് സത്യദൈവം, നിത്യദൈവം. ഹല്ലേലൂയ. സകലവും അവൻ മുഖാനെ ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല എന്ന് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുമ്പോൾ, സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന സൃഷ്ടികർമ്മത്തിലെ പ്രധാന ഭാഗം അലങ്കരിച്ച ദൈവപുത്രനായ ക്രിസ്തു ഇവിടെ നിൽക്കുമ്പോൾ, ആ ക്രിസ്തുവിലൂടെ പാപത്തിന് മോചനമുണ്ട്. യേശു ആ മനുഷ്യനോട് പറയുക, അവരുടെ വിശ്വാസം, അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസ ഹേതുവായി ഈ മനുഷ്യനോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു.
ഇന്ന് രാത്രികാലം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു വിടട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ആദ്യം ഒരു രോഗസൗഖ്യമല്ല പ്രതീക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിനകത്തുനിന്നൊരു മോചനം നമ്മൾ പ്രാപിച്ചെടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ശക്തിയാൽ നമുക്ക് പാപമോചനം വരുവാനിടയായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന്, നിത്യ അഗ്നിയിൽ നിന്ന് യേശു സർവമാനവകുലത്തെയും രക്ഷിപ്പാൻ വേണ്ടി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ, കർത്താവായ യേശുവേ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയണമേ എന്ന് പറയുന്നതിലൂടെ ഇന്ന് നമുക്ക് പാപമോചനം ലഭ്യമാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ കവർദഹൂമിൽ യേശു ഈ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു ലൈവായിട്ട് ആ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശീകരണത്തിനു മുമ്പ് നടക്കുന്ന സംഭവമാണിത്. അതുകൊണ്ട് തൻ്റെ വായിൻ വചനത്താൽ ആ മനുഷ്യനെ കർത്താവ് ശുദ്ധനാക്കുകയാണ്. വചനത്താലുള്ള ശുദ്ധീകരണം. കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങളെ ഞാൻ മോചിച്ച് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ കണ്ടു നിന്നവർക്ക് അവിടെ ശാസ്ത്രിമാരുണ്ടായിരുന്നു. അതായത് ബൈബിളിൻ്റെ പഴയ നിയമം അനുസരിച്ച് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യരായ ന്യായപ്രമാണം പഠിപ്പിക്കുകയും പകർത്തുകയൊക്കെ ചെയ്യുന്ന ശാസ്ത്രിമാർ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ പല ശുശ്രൂഷ കാര്യങ്ങളും പരീശന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്, ഏതാണ് എളുപ്പമായ കാര്യം. ഇവരെ ഹൃദയത്തിൽ ഇത് ചിന്തിച്ചപ്പോൾ, അപ്പോൾ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്നൊരു ദൈവം. ഈ ന്യായശാസ്ത്രിമാർ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിപ്പാനിടയായി തീർന്നു. ഇവൻ ദൈവദൂഷണം പറയുകയാണ്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നതാ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിലറിഞ്ഞു. യേശു മനസ്സിൽ ഗ്രഹിച്ചിട്ട് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് പക്ഷപാതക്കാരന് നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്ക, എടുത്തു നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞാൽ, സൗഖ്യമാകാൻ പറഞ്ഞാൽ ഈസിയായിട്ട് സംഭവിക്കും. പക്ഷെ പാപമോചനം വരുത്തുവാൻ ഹല്ലേലൂയ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, അത് കഴിയുന്നവനാണ് അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇന്ന് രാത്രികാലം എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, ഹല്ലേലൂയ, ഈ വചനം എപ്പോഴെങ്കിലും ശ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാപത്തിനകത്ത് നിൽക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അകൃത്യത്തിനകത്ത് നിൽക്കുന്നുവെങ്കിൽ, ഒരു നിമിഷം ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പാപത്തിന് മോചനം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. യേശുവിന് മാത്രമേ പാപത്തെ മോചിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ഇന്ന് രാത്രികാലം ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്, ഇവരോട് പറയും, ഏതാണ് എളുപ്പം, പാപം മോചിക്കുക എന്ന് പറയുന്നതാണോ കിടക്കയെടുത്ത് നടക്കുകയാണ്? ഇവരുടെ മുമ്പിൽ പിന്നെ കർത്താവ് പറയുകയാണ് പക്ഷപാതക്കാരനോട്, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക, എടുത്തു നടക്ക
കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്തു എല്ലാവരും കാണെ പുറപ്പെട്ടു. ഹല്ലേലൂയ. യേശു ആദ്യം പറഞ്ഞു നിന്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു. അതിന് ശേഷം പറയുകയാണ് നിന്റെ കിടക്ക എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞ ഉടനെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് അവൻ കിടക്ക എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുവാനിടയായിത്തീർന്നു. ഒരുപക്ഷെ നിങ്ങളുടെ രോഗത്തിൻ്റെതായ അവസ്ഥയ്ക്കകത്ത് കിടന്നുകൊണ്ടാകാം ഈ വചനം കേൾക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ രോഗത്തെ സൗഖ്യം വരുത്തുവാൻ കഴിയും. നിങ്ങൾ തളർന്നു കിടക്കുന്ന അവസ്ഥയിലാകാം. ഏതവസ്ഥയ്ക്കകത്താണെങ്കിലും നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ഈ വചനത്തിന് ശക്തി ഉണ്ട് കേട്ടോ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ചില രോഗശക്തികൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ചില പാപത്തിൻ്റെ അതിപ്രസരങ്ങൾക്കകത്തു നിന്ന് ചിലർ യേശുക്രിസ്തുവിലൂടെ മോചനം പ്രാപിക്കട്ടെ. അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വ്യാപരിച്ച് ഇറങ്ങുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ ഭാഗത്തുനിന്ന് നീ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ വായിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു 4 പേരുടെ വിശ്വാസ ഹേതുവായി ഒരു മനുഷ്യൻ വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീർന്നു. അവൻ്റെ പാപം മോചിക്കപ്പെടുവാനിടയായിത്തീർന്നു. അവൻ്റെ രോഗത്തിന് സൗഖ്യം വരുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, 4 പേര് ഈ മനുഷ്യനെ ചുമന്നു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യനെ സഹായിപ്പാൻ 4 പേരുണ്ടായിരുന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ 4 പേര് അവനെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ 4 പേരുടെ ശ്രമം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പാപമോചനം ഉണ്ടാക്കുവാനിടയായി തീർന്നു. ഈ മനുഷ്യന്റെ രോഗത്തിന് സൗഖ്യം വരുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ചിലരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാനും ഹല്ലേലൂയ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാലം നിർബന്ധത്താലാണെങ്കിലും ഹല്ലേലൂയ ചിലരുടെയൊക്കെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണെങ്കിലും നീ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിന്റെ ജീവിതം മാറും, നിന്റെ ചരിത്രം മാറും. ഇന്നലെ വരെ നീ കിടന്ന അവസ്ഥകൾക്കകത്തു നിന്ന് ഒരു മാറ്റം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ പലപ്പോഴായി പ്രാർത്ഥനയ്ക്ക് വാ, ആരാധനയ്ക്ക് വാ, കൂട്ടായ്മയ്ക്ക് വാ എന്നൊക്കെ പറഞ്ഞൊക്കെ ആയിരിക്കും നിങ്ങൾ വന്നത്. പലരുടെ ക്ഷണത്തിൻ്റെ ഒക്കെ എപ്പോഴും പറയുന്നതല്ലേ, അതുകൊണ്ടൊന്ന് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞായിരിക്കും ഹല്ലേലൂയ വന്നത്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ യേശു നിങ്ങളെ വെറുതെ അയക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അവൻ സൗഖ്യമാക്കുന്ന കർത്താവാ, അവൻ പാപങ്ങളെ മോചിപ്പിക്കുന്ന നിത്യ ദൈവമാ. ഈ വചനം ഇന്നു രാത്രികാലം കേൾക്കുമ്പോൾ തന്നെ, അല്ല നിങ്ങൾ ഏത് നിമിഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നിങ്ങളുടെ പാപത്തെ മോചിപ്പിക്കാൻ കഴിയുന്ന കർത്താവ്, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരുന്ന കഴിയുന്ന കർത്താവിൻ്റെ ആ കരസ്പർശനം നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ 4 പേര് കൂടെ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഈ മനുഷ്യനെ കൊണ്ടുവരാൻ 4 പേരുണ്ടായിരുന്നു. ഇതേ മർക്കോസിന്റെ സുവിശേഷം 2ന്റെ തൊട്ട് മുമ്പിൽ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേന് നമുക്ക് കാണാൻ കഴിയുകയാണ് ഒരു കുഷ്ഠരോഗി. 1-ാം അധ്യായം 40 മുതലുള്ള വാക്യം, 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവൻ അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ്
കൈ തൊട്ട് അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവരെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവന് പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിക്കുവാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന പ്രദേശങ്ങളിൽ പാർത്തു. എല്ലായിടത്തുനിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നു കൂടി. ഹല്ലേലൂയ. 1-ാം അധ്യായം മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ 2-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ വായിച്ചു, 4 പേര് കൂടി യേശുവിൻ്റെ അടുക്കലേക്ക് ഒരുവനെ കൊണ്ടുവന്നു. ഇവിടെ ഹല്ലേലൂയ, രോഗിയായിരിക്കുന്നവൻ തനിയെ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് എൻ്റെ അശുദ്ധിക്കകത്തു നിന്ന്, പഴയ നിയമ വെളിച്ചത്തിലകത്ത് കുഷ്ഠം ബാധിച്ചവന് ജനസമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പാടില്ല, അവന് പൊതുസമൂഹമായി സമ്പർക്കം പുലർത്താൻ പാടില്ല, അല്ലെങ്കിൽ അവൻ അവരുടെ ഇടയിൽ പാർക്കുവാൻ കഴിയത്തില്ല. അവൻ ജനസാന്ദ്രമായ പ്രദേശത്തെ വിട്ട് പാളയത്തിന് പുറത്ത് അവൻ പാർക്കേണ്ടതാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യൻ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മുട്ടുകുത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, മുട്ടുകുത്തുവാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധിയിൽ മുട്ടുകുത്ത്, മറ്റെങ്ങും മുട്ടുകുത്തരുത്. അല്ലെങ്കിൽ യേശുവിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ഏതു വിഷയത്തിനകത്തും പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ യേശുവിന്റെ മുന്നിൽ മുട്ടുമടക്കുവാനിടയായി തീർന്നു. യേശുവിനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് താൻ യേശുവിനോട് പറയുക, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഹല്ലേലൂയ. അവനൊരു ഉറപ്പുണ്ടായിരുന്നു, യേശുവിന് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഹല്ലേലൂയ. യേശു പറയുകയാണ്, മനസ്സുണ്ടോന്നോ? എനിക്ക് മനസ്സുണ്ട്. അല്ലെങ്കിൽ യേശു അവനോട് മനസ്സലിഞ്ഞിട്ട് അവനെ തൊട്ടു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, മനസ്സലിവുള്ളൊരു ദൈവത്തെ പ്രസംഗിക്കാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് വലിയ സന്തോഷം, എനിക്ക് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ആർക്കും ഒരു ദയ തോന്നാത്ത സാഹചര്യത്തിനകത്തൂടെയാകാം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാവിൽ വചനത്തിനകത്ത് നിന്ന് പറയട്ടെ. ഹല്ലേലൂയ. യേശുവിനെ നിങ്ങളെ അറിയാം, നിങ്ങളുടെ അവസ്ഥകളെ അറിയാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് മനസ്സലിവുള്ള കർത്താവാണ്. കർത്താവ് നിങ്ങളോട് കരുണ കാട്ടുവാനിടയായി തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയത്തിനകത്ത് ഏത് ഭാരകരമായ, ഏത് വേദനാജനകമായ, ഏത് നിരാശാജനകമായ വിഷയത്തിനകത്തായാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാനിടയായി തീരും. കർത്താവ് നിങ്ങൾക്ക് പരിഹാരം വരുത്തി തരുവാൻ ഇടയായിത്തീരും. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നിങ്ങളെ വിട്ടുകൊടുക്കാവോ, ഏൽപ്പിച്ചു കൊടുക്കാവോ? ഈ മനുഷ്യൻ യേശുവിന്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കിയതുപോലെ ഇന്ന് രാത്രികാലം ദൈവകരങ്ങൾ, ദൈവ സന്നിധിയിൽ ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഷാറാബാല വൈഡരാജുഡരക ശമാനകസിയാനം. ഹല്ലേലൂയ. യേശു മനസ്സലിഞ്ഞു കരം നീട്ടി ആ മനുഷ്യനെ തൊട്ടു. ഹല്ലേലൂയ. കുഷ്ഠരോഗിയെ ആയിരിക്കുന്ന മനുഷ്യനെ തൊടാൻ പലരും അറയ്ക്കുമ്പോൾ, പലരും മാറ്റി നിർത്തുമ്പോൾ യേശു അവനെ തൊട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവ് അശുദ്ധി കൽപ്പിക്കുന്ന ഒരു ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന ദൈവം അശുദ്ധി കൽപ്പിക്കുന്ന ദൈവമല്ല, ഏത് അശുദ്ധനെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. യേശു ആ മനുഷ്യനെ തൊട്ടു. ഹല്ലേലൂയ. പറഞ്ഞു, മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഇന്ന് രാത്രികാലം നിന്നെ സമൂഹത്തിൽ അകറ്റി നിർത്തിയ, നിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയ, നിന്റെ ജീവിതത്തിൽ നിരാശ സമ്മാനിച്ച ഏത് രോഗമായാലും,
ഏത് കഷ്ടമായാലും, ഏത് കുഷ്ഠമായാലും, ഏത് പ്രശ്നമായാലും അതിനകത്തു നിന്ന് മോചനം തരാൻ കർത്താവിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. കേട്ടോ, ഈ മനുഷ്യൻ പരപ്രേരണ കൂടാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അവൻ ആരെയും നോക്കിയില്ല. അവൻ അയൽവക്കംകാരെന്ന് പറയുന്നു നോക്കിയില്ല, അവന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നു നോക്കിയില്ല, അവന്റെ സ്വന്തങ്ങൾ എന്ന് പറയുന്നു നോക്കിയില്ല. അവനിൽ തന്നെ ഒരു ധൈര്യം സമ്പാദിച്ചിട്ട് അവൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. അവൻ സൗഖ്യമുള്ളവനായി മടങ്ങിപ്പോകാൻ ഇടയായി തീർന്നു. രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ അടുക്കലേക്ക് വരാൻ നിങ്ങൾ അധൈര്യപ്പെടേണ്ട, ധൈര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പശ്ചാത്തലത്തിൽ അവൻ ആരെ തൊട്ടാലും അശുദ്ധരായിത്തീരും. ഇവനെ ഒരു വഴിയെ നടന്നാൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം നടക്കാൻ. ആ ഒരു കാലഘട്ടത്തിനകത്ത് യേശുവിന്റെ അടുക്കിലേക്ക് അവൻ വരുവാനിടയായി തീർന്നത്. ഇന്ന് രാത്രികാലം ധൈര്യമായിട്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരാം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കർത്താവിന് കഴിയും. ഈ മനുഷ്യൻ ശുദ്ധിയുള്ളവനായി ഹല്ലേലൂയ കടന്നു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ പരപ്രേരണ കൂടാതെ സ്വയമായിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, 4 പേര് ചേർന്ന് ചുമന്നുകൊണ്ട് വന്നു. ചിലരുടെ നിർബന്ധത്താൽ, ചിലരുടെ സഹായത്താൽ, ചിലരുടെ ശ്രമത്താലാണ് അല്ലെങ്കിൽ പക്ഷപാതക്കാരനായവൻ കടന്നു വന്ന് പാപമോചനം പ്രാപിപ്പാനും രോഗസൗഖ്യം പ്രാപിക്കുവാനും ഇടയായി തീർന്നത്. ഇവിടെ കുഷ്ഠരോഗി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം അവന് ലഭിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവൻ തനിയെ കടന്നു വന്നു. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക് വന്നു. അവൻ ശുദ്ധനായി. ഹല്ലേലൂയ. മറ്റൊരു ഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തിനകത്ത് തന്നെ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന 25 മുതലുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിന്റെ സ്തുതി കേട്ട് 12.5 വർഷമായിട്ട് അവരുടെ ശരീരത്തിൽ രക്തം വാർന്നു പോകുകയാണ്. ഏറെ വൈദ്യന്മാരെ ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായ സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ അവൾ ഉള്ളത്തിൽ തീരുമാനിച്ചു, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കും. അവൾ ധൈര്യത്തോടെ കടന്നു വന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശുവിങ്കിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെടുവാനിടയായി തീർന്നു. അവൾ ശരീരത്തിൽ സൗഖ്യം അനുഭവിച്ചു. യേശു അവളെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുക, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി പോകാം. ഹല്ലേലൂയ. രാത്രികാലം ഏതും വിഷയവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ കർത്താവിന് ആ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. 12.5 വർഷമായി അവൾ അനുഭവിച്ച സാമ്പത്തിക നഷ്ടം, 12.5 വർഷമായി അവന്റെ ശരീരം രോഗിയായി ക്ഷയിച്ചു കൊണ്ടിരിക്കുക. ഓരോ നിമിഷവും അവൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. ആ അവസ്ഥകൾക്കകത്തുനിന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് അവൾ വിടിവിക്കപ്പെട്ടവളായി മടങ്ങുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, ധൈര്യമായിട്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു പോവാ. യേശുവിനോട് നിന്റെ കാര്യം ബോധിപ്പിക്കുക. അല്ലെങ്കിൽ യേശുവിനെ ഒന്ന് തൊടാൻ തയ്യാറാകുക. യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. അത്ഭുതം കർത്താവ് ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേന് മറ്റൊരു ഭാഗം കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. ആദ്യം ഇറങ്ങുന്ന ബെഥെസ്ദയുടെ കുളത്തിന്റെ പ്രത്യേകത, അവിടെ ദൂതൻ അതത് സമയത്ത് വന്ന് കുളം കലക്കും.
അപ്പോൾ ആദ്യം ഇറങ്ങുന്ന രോഗി, ആ കുളം കലക്കുന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യമായി മാറുവാനിടയായിത്തീരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് കിടക്ക, എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഹല്ലേലൂയ. ബെഥെസ്ദ കുളക്കരയിൽ അനേക രോഗികൾ കിടക്കുന്നുണ്ട്. അനേകർ വന്ന് സൗഖ്യം പ്രാപിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ 38 ആണ്ടായിട്ട് ഒരു മനുഷ്യൻ കിടക്കുക. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശു ഈ ബെഥെസ്ദ കുളക്കര സന്ദർശിക്കുമ്പോൾ ഈ മനുഷ്യനെ കർത്താവ് കാണുവാനിടയായിത്തീർന്നു. അല്ലെങ്കിൽ കണ്ടിട്ട് കർത്താവ് അവന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ. നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? അദ്ദേഹം പറയുക, മനസ്സുണ്ട്, പക്ഷേ എന്നെ സഹായിപ്പാൻ ആരുമില്ല. കുളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഹല്ലേലൂയ. എനിക്ക് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട്, എനിക്ക് രക്ഷ പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ അവസ്ഥകൾക്കകത്തുനിന്ന് ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, വേദനയോടെ ആയിരിക്കുന്ന അവന്റെ അടുക്കലേക്ക് യേശുനാഥൻ ഇറങ്ങി ചെല്ലുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ചിലരുടെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഹല്ലേലൂയ, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എനിക്ക് ആശ്വാസം പകരാൻ ആരുമില്ല, ഹല്ലേലൂയ, എന്നോട് ചേർന്നിരിപ്പാൻ ആരുമില്ല. ഹല്ലേലൂയ. ഈ അവസ്ഥകൾക്കകത്തുനിന്ന് ഞാൻ ഹല്ലേലൂയ എങ്ങനെ മോചനം പ്രാപിക്കുമെന്ന ചിന്താകുലതയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ഹല്ലേലൂയ ദൈവ പൈതലേ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്റെ അടുക്കൽ വരും. യേശു നിന്റെ അടുക്കൽ വന്നാൽ നിന്റെ അവസ്ഥകൾക്ക് ഭേദമുണ്ടാകും. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ചിലരെ കർത്താവ് സന്ദർശിക്കട്ടെ. ചില ഭവനങ്ങളെ കർത്താവ് സന്ദർശിക്കട്ടെ. ചില വ്യക്തികളെ കർത്താവ് സന്ദർശിക്കട്ടെ. ആൽബാര ഹടകസിയാന ദൈവ സാന്നിധ്യം ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രികാലം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ 3 കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. ഒന്ന്, ഹല്ലേലൂയ, 4 ആൾ ചേർന്ന് ഒരു പക്ഷപാതക്കാരൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പാപം മോചിക്കപ്പെട്ടവനായി രോഗസൗഖ്യമുള്ളവനായി മടങ്ങുവാനിടയായി തീർന്നു. അടുത്തത്, ഹല്ലേലൂയ, ഒരു കുഷ്ഠരോഗി തനിയെ യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. തനിയെ, മറ്റാരുമില്ല സഹായത്തിന്, ഒറ്റയ്ക്ക വന്നത്. ഹല്ലേലൂയ. കേട്ടുള്ള അറിവില്ല വന്നത്. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ അവൻ വിടുതൽ പ്രാപിച്ചവനായി മടങ്ങുവാനിടയായി തീർന്നു. ഇനി ഇവൻ ഹല്ലേലൂയ 3-ാമതായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നു, ആരും സഹായിപ്പാനില്ലാത്ത മനുഷ്യൻ. ഹല്ലേലൂയ. അവനെക്കുറിച്ച് ഹല്ലേലൂയ കർത്താവിനോട് ആരും പറഞ്ഞില്ല. കർത്താവ് തനിയെ അവനെ കണ്ടു. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, കർത്താവ് നിന്നെ കണ്ടാൽ നിന്റെ വിടുതലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അറിയാത്തവനെ, ആരും കാണാത്തവനെ കാണുന്നൊരു കണ്ണുണ്ട്. അത് കർത്താവിൻ്റെ കണ്ണാണ്. ഹല്ലേലൂയ. അവിടെ കാണുകയാണ് യേശു അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനിടയായി തീർന്നു. 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 ഹല്ലേലൂയ. ഇന്നു രാത്രികാലം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു സഹായവും നിനക്ക് കാണത്തില്ല. ആരും സഹായിപ്പാൻ ഇല്ലെങ്കിലും ഹല്ലേലൂയ കർത്താവ് സഹായകനായി ഹല്ലേലൂയ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനിടയായിത്തീരും. ഈ നല്ല കർത്താവിനെ എത്ര പേർക്ക് വേണം? ഈ കർത്താവിനെ സ്നേഹിക്കുവാനും സേവിപ്പാനും ആ കർത്താവിനെ ആരാധിക്കുവാനും എത്ര പേര് ഹൃദയംഗമായി തയ്യാറാണ്? ഇന്ന് രാത്രികാലം ഒരു നിമിഷം ഹല്ലേലൂയ കണ്ണുകളെ അടച്ച് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് രോഗമായാലും ഏത് പ്രശ്നമായാലും സൗഖ്യമാക്കുവാൻ, ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, ഏത് വിഷയങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ
കഴിയുന്നൊരു നല്ല കർത്താവ്. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൊടുത്തേ. ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് നിങ്ങളെ ഏൽപ്പിച്ചേ. യേശുവേ, അല്ലെങ്കിൽ ഞാൻ പാപിയായൊരു മനുഷ്യനാ, എൻ്റെ പാപത്തിന് മോചനം വരുത്തണം. ഞാൻ രോഗിയായൊരു മനുഷ്യനാ, എൻ്റെ രോഗത്തിന് സൗഖ്യം വരുത്തണം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ചില പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങൾക്കകത്തുനിന്ന് എനിക്കൊരു മോചനം കർത്താവേ അങ്ങ് വരുത്തണമെന്ന് ഹൃദയംഗമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രികാലം വിടുതലിന്റെ കരവുമായി കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് തന്ന ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 4 പേരൊരുവനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവനെ കർത്താവ് സൗഖ്യമാക്കി, അവൻ്റെ പാപം മോചിപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും കൂടെ ഇല്ലായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ കുഷ്ഠരോഗിയായിരിക്കുന്ന മനുഷ്യൻ, രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഒരു ധൈര്യം അവരുടെ മേൽ ഉണ്ടാകുവാനിടയെത്തത് അവരിൽ വ്യാപരിച്ച വിശ്വാസത്താൽ അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചവരായി, വിടുതലേറ്റെടുത്തവരായി, സ്വസ്ഥത പ്രാപിച്ചവരായി, സമാധാനം പ്രാപിച്ചവരായി മടങ്ങുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവേ, ആരും സഹായിപ്പാനില്ലാതെ, ആരും ഹല്ലേലൂയ സഹായമായി ഇല്ലാതിരുന്ന ബെഥാസ്ദ കുളക്കരയിൽ ഇരുന്ന മനുഷ്യനെ കർത്താവിൻ്റെ കണ്ണ് കണ്ടു. അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ വിടുവിച്ചു. ഇന്ന് രാത്രികാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് തരുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവ, അങ്ങ് ഞങ്ങളുടെ പാപത്തിന് മോചനം വരുത്തുന്ന കർത്താവ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന കർത്താവ. കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. കർത്താവെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയമുള്ളവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്തെ ചെയ്യണമെന്നതിനും കൂടെ പ്രാർത്ഥിക്കുന്നു. ചില രോഗശക്തികൾ അഴിയട്ടെ, ചില പാപശക്തികൾ അഴിയട്ടെ, ചില സാത്താന്യ ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. ചില പൈശാചിക നുകങ്ങൾ ചിലരുടെ മേലൊന്ന് അഴിഞ്ഞു മാറട്ടെ. അല്ലെങ്കിൽ ചില ശാപങ്ങൾക്കകത്തു നിന്ന് ചില മോചനം പ്രാപിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ വിടുതൽ ഓരോരുത്തരും അനുഭവിക്കട്ടെ. കർത്താവേ, എല്ലാ കുടുംബങ്ങൾക്കകത്തും ദൈവ മഹത്വം വ്യാപരിക്കട്ടെ. ക്രിസ്തു യേശുവിലെ രക്ഷയും സന്തോഷവും എല്ലാവർക്കും അനുഭവമാക്കുവാൻ കർത്താവ് സഹായിക്കണം. ഈ കർത്താവേ, ഹല്ലേലൂയ, ജീവമന കർത്താവേ ഫേസ്ബുക്ക് പേജിനായി അഭിഷിക്ത ദൈവദാസൻ അശ്വന്തനായി ഹല്ലേലൂയ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം മാനിക്കണം, ഈ പ്രവർത്തനങ്ങളെ മാനിക്കണം, അനേകരുടെ വിടുതൽ കാരണമാക്കി തീർക്കണം. ഒരിക്കൽ കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവരുടെ വിഷയങ്ങൾക്ക് കർത്താവ് പരിഹാരം വരുത്തും, മാനിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എനിക്ക് വേണ്ടി ഇന്ന് രാത്രികാലം എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി സമയം വേർതിരിച്ച അഭിഷിക്ത ദൈവദാസനോട് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.